ചെളിക്കുളം നീന്തിക്കടന്ന് വീടുകളിലേക്ക് എത്തേണ്ട ദുരവസ്ഥയിലാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബങ്ങൾ ഇപ്പോഴുള്ളത്. 4-ാം വാർഡിലെ 100 മീറ്റർ വഴിയാണ് 40 വർഷമായി അധികാരികൾ തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നത്. രോഗികളും കുട്ടികളുമടക്കം വീട്ടിൽ നിന്ന് പ്രധാന റോഡിലേക്ക് എത്താൻ മലിനജലവും ചേറും നിറഞ്ഞ വഴിയിലൂടെ വേണം സഞ്ചരിക്കാൻ. തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ പോലും വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് എത്താറില്ല എന്നാണ് അവർ പറയുന്നത്. ആലപ്പുഴ പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ 4-ാം വാർഡിലുള്ള ഒരു വഴിയാണിത്. കുറേയധികം വീടുകളിലേക്കുള്ള ഏക ഗതാഗത മാർഗം. പക്ഷെ വർഷങ്ങളായി ഈ വഴിയുടെ അവസ്ഥ ഇതാണ്. പലകുറി പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇവർ ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇന്നേ വരെ ഒന്നും നടപ്പായിട്ടില്ല. നാൽപ്പത് വർഷമായി പ്രദേശത്ത് താമസിക്കുന്ന വീട്ടുകാരുണ്ട് ഇവിടെ. നടപ്പുവഴി സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് 40 വർഷത്തിൻ്റെ പഴക്കം. ഇതിപ്പോൾ നമ്മളൊരു 3-4 വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, ഈ പഞ്ചായത്തിലുള്ള സർവ്വകല ആൾക്കാർക്കും AC റോഡിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ്. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ഇഴജന്തുക്കളുടെ ശല്യം വളരെ രൂക്ഷമായൊരു സാഹചര്യമാണ്. ഒരു തരത്തിൽ നമുക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി പഞ്ചായത്ത് അനുവദിച്ച ഈ വഴി ഇത്രയും കാലങ്ങളായിട്ട് യാതൊരു നടപടികളും അവർ സ്വീകരിച്ചിട്ടില്ല. ഈ മെമ്പർക്ക് ഫണ്ടില്ല, ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മളിനി മുട്ടാൻ വാതിലുകളില്ല. മനുഷ്യാവകാശ കമ്മീഷൻ, RDO എല്ലാ തലത്തിലും നമ്മൾ പോയി ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിച്ചു. നൂറ് മീറ്റർ ചെളിക്കുഴി കടന്നു വേണം വീടുകളിലേക്ക് എത്താൻ. പലരും വീടുപേക്ഷിച്ച് വാടകയ്ക്ക് പോയി. പാതിരാത്രി പോലും ചിലപ്പോൾ പാമ്പുകളായിരിക്കും നമ്മുടെ തോളത്തൂടെ പോകുന്നത്. ഈ വള്ളികൾക്ക് വരെ നമ്മൾ അറിയത്തില്ല. ഇതൊന്നും കണ്ണ് തുറന്ന് കാണാൻ ഇത് പഞ്ചായത്തിൻ്റെ പൂർണ്ണമായും അനാസ്ഥ തന്നെയാണ്. ഈ മെമ്പർ പോലും അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികളോ ഒന്നും നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇന്ന് വന്ന് നോക്കുകയോ, പലതവണ ഈ വഴിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ എസ്റ്റിമേറ്റ് എടുക്കാനോ ഒന്നും അവർ വന്നിട്ടില്ല. രോഗബാധിതരും കുഞ്ഞുകുട്ടികളും റോഡിലെത്താൻ പെടാപ്പാട് പെടുകയാണ്. വീട്ടിലേക്ക് ഒരു അതിഥി എത്തിയിട്ട് വർഷങ്ങളായി. കറണ്ട് ബില്ല് പോലും വീട്ടിലെത്താറില്ല. ഇപ്പം ഞങ്ങൾക്ക് ഗ്യാസ് വിളിച്ചിട്ട് ഇപ്പോൾ വരത്തില്ല, അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് ഇറക്കി തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കറണ്ട് ബില്ല് വരത്തില്ല, വാട്ടർ ബില്ല് വരത്തില്ല, ഇതൊന്നും ഞങ്ങൾക്ക് വരത്തില്ല. ഇപ്പോഴും ഞാനിതിലെ കൂടെ ഈ വഴി കൂടെ തന്നെയാണ് പോണത്. നമുക്ക് വേറെ വഴിയില്ല പോകാനായിട്ട്. വർഷങ്ങളായി വോട്ട് തേടി സ്ഥാനാർത്ഥികൾ പോലും ഈ വഴി കടന്ന് വീടുകളിലേക്ക് എത്താറില്ല. പക്ഷേ എല്ലാ ഇലക്ഷനും ഇവർ വോട്ട് ചെയ്യും. വരുന്ന ജനപ്രതിനിധിയെങ്കിലും ഇവരുടെ ദുരിതത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയോടെ. ആലപ്പുഴയിൽ നിന്ന് ശിവൻ ബഷീറിനൊപ്പം അശ്വിൻ ബാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.